മേഡം ആ ഞാൻ റെഡിയാ പുതിയ പരീക്ഷണത്തിന് വേണ്ടി. എന്തോ പരീക്ഷണം? ഇന്നെന്തോ പുതിയ പരീക്ഷണം? പുതിയ പരീക്ഷണമൊന്നുമല്ല, നമ്മുടെ എന്താ പറയണ്ടേ, ഇടിച്ചക്ക കിട്ടിയില്ലായിരുന്നോ? അതിനെ ഒരു വേറെ രൂപത്തിലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഇടിച്ചക്ക വെറൈറ്റി. ഇടിച്ചക്ക വെറൈറ്റി. എപ്പോഴും ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ അതെന്തോ പുഴുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇടിച്ചക്ക തേങ്ങ വറത്തരച്ചൊരു കറി. ദൈവമേ, അതിൻ്റെ കൂടെ നമ്മുടെ മത്തിപ്പീരയുണ്ട്. അപ്പൊ നല്ല കോമ്പിനേഷൻ ആകത്തില്ലേ? അപ്പൊ അത് കാണാം. തേങ്ങയാണേലേ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ, അതൊരു ലെവലാക്കാൻ വേണ്ടിയാണേ. ഒന്ന് കറക്കിയെടുത്തു. ഇനി നമുക്കിതിനെ ഒരു പാനിലോട്ട് ഇടാം കേട്ടോ. ഇത് വറുത്തെടുക്കണം. തേങ്ങയാണെങ്കിൽ ചെറിയ തീരിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ, കരിഞ്ഞു പോകരുത്. തേങ്ങയുടെ കളറൊക്കെ കണ്ടോ, ഒരു ചെറിയ ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോഴേ ഇതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ടേ, അതുകൂടി ഇടാം. ഇനി അടുത്ത് നമുക്ക് ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു നുള്ള് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. തീ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാമേ. അത് തണുക്കുമ്പോഴത്തേനേ നമ്മുടെ ഇടിച്ചക്കേനെ നമ്മളെന്തോ കൊത്തച്ചക്കേന്നല്ലേ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. കൊത്തച്ചക്ക. നമുക്ക് ഇടിച്ചക്കേനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ ചക്ക കുക്കറിലായിട്ടുണ്ട്. നമുക്ക് വെള്ളം കൊടുക്കാമേ ഒഴിച്ച്. ഇനി അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. ഈ ചക്കയെ നമ്മുടെ നാട്ടില് ഈ പൊട്ടിച്ചക്കയാണെങ്കിൽ വല്ല പശുവിനും ആടിനും ഒക്കെ വെട്ടി അറിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. ആരെങ്കിലും ഇത് ചെയ്യൂ? ഇവിടെ നോർത്ത് ഇന്ത്യയിലെ വന്നിട്ട് ഇത് എന്താ ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ്. ആൾക്കാർ ഇതിപ്പോ എത്ര രൂപ? 1/2 കിലോയ്ക്ക് 40-50 കണ്ടായിരുന്നു. ഇത് ആൾക്കാർ മേടിച്ചോണ്ട് ഇവിടെ വെച്ച് കഴിയുമ്പോൾ നല്ല ഒന്നാം തരം ഇറച്ചി വെക്കുന്ന പോലെ. അത് നല്ല ആൾക്കാരും വെക്കണം, എന്നാലേ പറ്റൂ. കൈപുണ്യം. പിന്നെ നമുക്ക് ഇതൊക്കെ അമൃതല്ലേ, അമൃത്. പക്ഷെ നല്ല സാധനമല്ലേ? നല്ല നാളെ വെച്ചപ്പോഴില്ല, നല്ല പോത്തുകറി പോലിരുന്നു കറി വെച്ചപ്പോൾ. കുക്കറിൽ ഒരു 2 വിസിലടിക്കാമേ. അപ്പം നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ചത് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർക്കണം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം എത്രയാണ് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒരല്പം കൂടി ചേർക്കണം. നമുക്കിത് ചെറിയ തീര് കുറച്ച് നേരം കൂടി ഇതിരുന്നൊന്ന് കുറുകട്ടെ. അപ്പോഴത്തേന് നമുക്ക് കടുക് വറക്കണം. ഒന്നും പറയണ്ട, ഈ തണുപ്പ് കാണാൻ കണ്ട വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ. എപ്പോഴും ഉരുക്കി എടുക്കാൻ പറ്റത്തില്ലല്ലോ. കൊട്ടി വെളിച്ചെണ്ണേനെ താഴെ ഇറക്കണ്ടേ. ഇനി നമുക്കേ ഇച്ചിരി വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില അതുകൂടി ഇട്ട് ഇനി നമുക്ക് കടുവറ ചെയ്യാം. നമ്മുടെ ഈ കറിക്കകത്തോട്ടെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ കറി ഉണ്ടല്ലോ തേങ്ങയൊക്കെ വറുത്തരച്ചതായതുകൊണ്ട് നമ്മുടെ കുത്തിരി ചോറിനകത്തിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഒരു പ്രത്യേക രുചി ആയിരിക്കുമല്ലോ. സിയേ, മണമൊക്കെ വരുന്നുണ്ടോ? പിന്നെ മണമൊക്കെ വരുന്നുണ്ട്. കഴിക്കുമ്പോ അറിഞ്ഞാൽ മതി. കഴിച്ചിട്ട് പറ നല്ലതാണോ ഇല്ലയോന്ന്. നല്ല കറിയാ. ഇതിന്റെ മണം അടിക്കുമ്പോഴേ അറിയാം കറി എങ്ങനെയായെന്ന്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഇതൊരല്പം നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാം.